ഹായ് കൂട്ടുകാരെ, എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിലെ എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം. കാരണം ഞാനിപ്പോൾ കുറച്ച് നാൾ ഇടയ്ക്ക് വെച്ച് വീഡിയോസ് ഒന്നും ചെയ്യാതെ പൊയ്ക്കൊണ്ടിരുന്നു. അതൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പ് എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ട് ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസുകൾ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മാസമായിട്ട് ഒരുപാട് വീഡിയോസുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നേഹം, ഒരുപാട് സന്തോഷം. കാരണം ഞാനിടുന്ന വീഡിയോസിനെല്ലാം നിങ്ങളെനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമൻസും കിട്ടാറുണ്ട്. സ്നേഹം. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ 1,564 എങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സായി. എല്ലാവർക്കും എൻ്റെ ഹൃദയഭാഷയിൽ സ്നേഹം, നന്ദി, കടപ്പാട്, സ്നേഹം. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിത പോരാട്ടത്തിനിടയിൽ ജീവിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചില ആൾക്കാർ ചാനലുകൾ നടത്തുന്നുണ്ട്. ചില പാവങ്ങൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെയുള്ള പാവങ്ങൾ, അങ്ങനെയുള്ള ചാനലുകൾക്ക് നിങ്ങൾ പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ അങ്ങനെയുള്ള ചാനലുകളിലെല്ലാം ഞാൻ പോവാറുണ്ട്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരെണ്ണം, അവർ ചെയ്യുന്ന ലൈവുകളിൽ ചെന്നിട്ട് ഒരു ലൈക്ക് ബട്ടൺ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിട്ടല്ലേ നമുക്കത് ഹാപ്പി അല്ലേ? ഒരുപാട് ഹാപ്പിയാണ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഹാപ്പി അല്ലേ? ഒരുപാട് സന്തോഷമാണ് അങ്ങനെയുള്ളവർക്ക് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനലിൽ മത്സരം ലൈവാണ്. എവിടെ നോക്കിയിരുന്നാലും ഒരു 100ഓളം ചാനലുകൾ. ഞാനിപ്പം ഒരു സമയം നമ്മളിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കയറുമ്പോഴത്തേക്ക് 100ഓളം ചാനലുകളുണ്ട്. ആ ചാനലുകളിൽ വന്നിട്ട് ഇപ്പം എന്ന് വെച്ചാൽ മത്സരമാണ്. ചാനലുകൾ തമ്മിൽ മത്സരമാണ്. പരസ്പരം കുറ്റപ്പെടുത്തലുകൾ, വിഴപ്പിൽ, അടിയും വഴക്കും ഇല്ലാത്ത ഒരു ചാനലില്ല. കാരണം എന്ന് വെച്ചാൽ സ്ഥിരം ലൈവുകളിൽ മിക്കവാറും ചാനലുകൾ. കാരണം ഈ യൂട്യൂബേഴ്സ് എന്തിനാണ് ഇങ്ങനെ ഈ അടികൾ കൂടി ഈ പരസ്പരം കുറ്റപ്പെടുത്തലും വഴക്കുകളും കുടുംബകാര്യങ്ങൾ പറച്ചിലും പരസ്പരം വിഴുപ്പലക്കുകളും മറ്റുള്ള ചാനലുകളെ കുറിച്ച് കുറ്റം പറച്ചിലും മറ്റുള്ള ചാനലുകളിൽ ലൈവ് നടത്തുന്നവരെ പറ്റി കുറ്റം പറച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടും നുണകൾ പറച്ചിലും അടിയും വഴക്കും. സത്യം പറഞ്ഞ ഓരോ ചാനലുകളിലെ ലൈവ് ചെന്നിരുന്ന് കാണുമ്പോൾ തലവേദന എടുക്കുന്നു. ഇപ്പം സത്യം തലവേദനയായി. അങ്ങനെയുള്ള ചാനലുകളെ എന്തുകൊണ്ട് ഈ യൂട്യൂബേഴ്സ് വാണിംഗ് കൊടുക്കുന്നില്ല എന്ന് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടുവന്ന് യൂട്യൂബർ നമുക്ക് വാണിംഗ് തരുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളവർ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചാനലുകൾക്ക് വാണിംഗ് കൊടുക്കുന്നില്ല? അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അവരെ പുറകെ ഇങ്ങനെ ഓടുന്നു. കാരണം ഈ പരസ്പരം വിഴുപ്പലക്കുന്നവരെ പുറകെ എന്തിനാണ് ഇങ്ങനെ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ചെന്ന് കയറി കൊടുക്കുന്നതാണെന്തോ. പാവപ്പെട്ട ഇരുകാലുകളില്ലാത്ത വീൽ ചെയറിലിരുന്ന് പിന്നെ ലൈവ് നടത്തുന്ന എത്രയോ പേര്. കാരണം ഞാൻ ഇപ്പം ഡെയിലി ഒരു 3 ചാനൽ അങ്ങനെ കാണുന്നുണ്ട്. അവിടെയൊക്കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറവാണ്. കഷ്ടം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യണം. കാരണം വെച്ചാൽ ജീവിക്കാൻ വേണ്ടിയാണ്. അവർക്കൊന്നും ചിലപ്പം സമൂഹത്തിൽ നമ്മളെപ്പോലെ 2 കാല് തന്നിട്ട്, നമ്മൾക്ക് 2 കാല് ഈശ്വരൻ തന്നിട്ടുണ്ട്. പക്ഷേ 4 കാല്, നാൽക്കാലിയുടെ ഗുണങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ? നാൽക്കാലിയുടെ ഗുണങ്ങളല്ലേ കാണിക്കുന്നത്? കാരണം 2 കാലുള്ളവൻ അഹങ്കാരമാണ്. പക്ഷേ ഈ 2 കാലില്ലാത്ത, അല്ലെങ്കിൽ 2 കാലിന് ശേഷിയില്ലാത്ത, 2 കൈ കൊണ്ട് ജോലി ചെയ്യാൻ കഴിവില്ലാത്ത അവർക്ക് ഈശ്വരൻ കൊടുക്കുന്ന ചിലപ്പം ഒരു അനുഗ്രഹമായിരിക്കും. മ്യൂസിക്കിലൂടെയും അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കോമഡികളിലൂടെയും അങ്ങനെയൊക്കെ ചെയ്തു വരുന്ന ചാനലുകൾക്ക് വിലയേറിയ സപ്പോർട്ടുകൾ ചെയ്യുക.
സത്യം വിലയേറിയ സപ്പോർട്ടുകൾ ചെയ്യുക. അവർക്ക് നമ്മൾ കൊടുക്കാവുന്ന ഏറ്റവും നമുക്കല്ലേ അവർക്ക് ഒന്നും കൊടുത്ത് നിറയ്ക്കാൻ കഴിയില്ല. അവർക്ക് കുറേ പൈസ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അവരുടെ ജീവിതം നമുക്ക് ഏറ്റെടുക്കാമെന്നോ അങ്ങനെയൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അവർക്ക് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചില ചാനലുകൾ വന്ന് നിന്നിട്ട് സത്യം പറഞ്ഞാൽ ഭർത്താക്കന്മാരുള്ള വീട്ടുകളിലുള്ള സ്ത്രീകൾ അവർ വന്നിട്ട് അവർ നടത്തുന്ന ലൈവിലെ പേക്കോലങ്ങളെന്ന് പറയാം. കാരണം വൃത്തികെട്ട രീതിയിലുള്ള വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് വന്ന് നിന്ന് അടിച്ച് കയറി വാ മക്കളെ, നിങ്ങൾ ഡബിൾ ടാപ്പ് അടിക്കും മക്കളെ, കയറി വാ മക്കളെ, അവിടെ ഇരി മക്കളെ, ഇങ്ങനെ അടി മക്കളെ, ഇങ്ങനെ അടി എന്ന് പറയുന്നിടത്ത് എൻ്റെ ഈശ്വരോ കിടക്കുന്ന ഈ സബ്ബുകളെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുന്നു. അപ്പം ഇന്നുള്ള ലോകം അങ്ങനെ ആയിപ്പോയോ? അങ്ങനെയുള്ള ഒരു ഇതാകുകയോ? പക്ഷേ നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യരുത്. കാരണം ഇങ്ങനെയുള്ള വൃത്തികെട്ട കോലങ്ങൾ അവരെ സഹിക്കുക, അവരെ വീട്ടുകാരാണ് സഹിക്കേണ്ടത്. അല്ലാതെ ഈ യൂട്യൂബിൽ വന്നിട്ട് കോലം കുത്തി അങ്ങനെ ഇങ്ങനെ കയറുക മക്കളെ, ടേബിൾ ടാപ്പ് അടിക്കും മക്കളെ, അവിടെ കിടക്കും മക്കളെ, ഇവിടെ ഇരിക്കും മക്കളെ എന്ന് പറയുന്നവർക്കല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു ഹസ്ബൻഡ് മരിച്ചു പോയി, നമുക്ക് ജീവിക്കാൻ നിവർത്തിയില്ലെങ്കിൽ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പിന്നെ ജോലിയെടുത്ത് പണി ചെയ്യാനുള്ള ഒരുപാട് ആരോഗ്യമുള്ള സ്ത്രീയും പുരുഷനും ആണെന്നുണ്ടെങ്കിൽ ഇന്ന് സമൂഹത്തിൽ ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരുപാട് ചുറ്റുപാട് പണ്ടത്തെ കാലമല്ല. ഒരു തുണിക്കടയിൽ ചെന്നിക്കുകയും ഇന്ന് ഒന്നും വേണ്ട, ഇന്ന് എന്തോന്ന് വീട്ടിൽ കിടപ്പ് രോഗികളെ പോയി നോക്കിയെന്നല്ല, അപ്പൂപ്പന്മാരെ നോക്കിയെന്നല്ല, കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയവരെ ഇന്ന് പൈസ കിട്ടുന്നുണ്ട് അല്ലേ? കിട്ടുന്നില്ലേ? ഇന്ന് അങ്ങനെ കിട്ടുന്നില്ലേ ജോലി? നമ്മളെ മക്കളെ വളർത്താൻ നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് എന്ത് ജോലിയും കിട്ടും. ഇന്ന് സമൂഹത്തിൽ ഇറങ്ങി അന്വേഷിച്ചാൽ മതി. കണ്ടവൻ്റെ കയ്യിരിക്കുന്ന പൈസ വാങ്ങാതെ, കണ്ടവൻ്റെ പുറകെ നടക്കാതെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളെ മക്കളെ വളർത്തുക അല്ലേ? അതല്ലേ നമ്മൾക്ക് ശരി. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി അങ്ങനെ ഇത് ഭർത്താവ് മരിച്ചിട്ട് ഒരു പിന്നെ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് വേറൊരുത്തനെ കൊണ്ടുവന്നിട്ട് ലൈവിൽ കൊണ്ടുവന്ന് എഴുതിയിട്ട് നിങ്ങൾ കയറി വാ മക്കളെ, എൻ്റെ ഭർത്താവാണ്, പുതിയ ഭർത്താവാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ഇതാണ് ഇപ്പം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പറയും. അയ്യോ എന്നെ കുറ്റപ്പെടുത്തുന്നു, അവരങ്ങനെ ചെയ്യുന്നു, ഇവരിങ്ങനെ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾക്കൊക്കെ ചെന്ന് കിടന്ന് സപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ അതിശയം തോന്നുന്നു. എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? കുറ്റപ്പെടുത്തുന്നതല്ല. ഒരു ഭർത്താവ് മരിച്ച ഒരു ഭർത്താവില്ലാത്ത ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് വേണം, ശരി തന്നെ. രണ്ടാം കെട്ടൊന്നും ഒരു തെറ്റൊന്നുമില്ല. നിയമത്തിൻ്റെതായ ഒരു തെറ്റുമില്ല. ആരാണ് തെറ്റ് ചെയ്യാത്തവർ? ലോകത്ത് ഭർത്താവിരിക്കുമ്പോഴത്തേക്ക് 100 ഭർത്താക്കന്മാരെ പിടിച്ചുകൊണ്ട് കൊടുക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ഇന്ന് സമൂഹത്തിൽ അത് തന്നെ ഉള്ളൂ. അതൊന്നും ഈ കാരണം വെച്ചാൽ നിരവധി തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് അല്ലേ? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരല്ലേ? കാരണം നിരവധി തെറ്റുകൾ, കാരണം അവർ ഒരുപാട് അവർക്ക് ഒരാളെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്ക് അവർ ശരിയാണോ എന്ന് നോക്കണം അല്ലേ? ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ ശരിയാണോ എന്ന് നോക്കണം, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണം. അങ്ങനെ എന്തോന്ന് പറയേ കുറ്റപ്പെടുത്തലുകൾ. കാരണം അയ്യോ അവൾ കണ്ടാ ഇന്നാരെ ഭർത്താവിനെ പിടിച്ചു, അല്ലെങ്കിൽ മറ്റത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയും. പക്ഷേ ഈ കുറ്റപ്പെടുത്തുന്നവരെന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അതിനേക്കാളും മോശമായ രീതികളാണ് ചെയ്യുന്നത്. അങ്ങനെ കുറ്റപ്പെടുത്തുന്നവർ, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. നമ്മൾ കഷ്ടപ്പെടുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക്, പിന്നെ കിടപ്പ് രോഗികൾക്ക്, ആശ്രയമില്ലാത്തവർക്ക്, അവർക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുക. ഞാൻ കാട് കയറി സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. ഞാൻ ലൈവ് ചെയ്യണമെന്നുണ്ട്. ലൈവ് ചെയ്യാൻ ഞാൻ വരാത്തതെന്ന് വെച്ചാൽ ഇപ്പോഴ് കുറച്ച് സുഖമില്ലായി, ഹോസ്പിറ്റൽ കാര്യങ്ങളും അങ്ങനെയായിട്ട്
അതിൻ്റെയൊക്കെ പുറകെ പോകുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വരാത്തത്. ഞാൻ ലൈവിൽ വരും. നിങ്ങൾ എൻ്റെ വീഡിയോസിന് തരുന്ന അതേ സപ്പോർട്ട് ഞാൻ ലൈവിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായിരുന്നാലും ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്തായിരുന്നാലും ഉടനെ ലൈവിൽ എത്തുന്നതായിരിക്കും. നിങ്ങളെനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വാസത്തോടെ സ്നേഹത്തോടെ എല്ലാവർക്കും. കാരണം ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്നേഹം, ഹൃദയം നിറഞ്ഞ സ്നേഹം. നിങ്ങൾക്ക് എന്നും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും പ്രാർത്ഥനയും നല്ലത് വരട്ടെ, നന്മകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കേ, ഇനിയും എനിക്ക് സപ്പോർട്ട് ചെയ്യില്ലേ? സി യു, ടാറ്റ, ബൈ ബൈ.